സി പോസ്റ്റിൽ നമുക്കിന്നൊരു അതിഥി കൂടി ചേരുന്നുണ്ട്. 2018ലെയും 2019ലെയൊക്കെ പ്രളയകാലമൊക്കെ മലയാളികൾ മറക്കാത്ത ഒരു സമയമാണ്. ആ കാലത്തൊക്കെ കൈകോർത്ത് പിടിച്ച് മലയാളികൾക്കൊപ്പം നിന്ന സിഗ്നേച്ചർ ഓഫ് നിശാഗന്ധി എന്ന സംഘടനയുടെ രക്ഷാധികാരിയായ അഭിരാജ് ഉണ്ണിയാണ് നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. കഴിഞ്ഞ 5 വർഷത്തോളമായി സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടൊക്കെ ആദിവാസി കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അഭിരാജാണ് നമ്മളൊപ്പം തത്സമയം ചെയ്യുന്നത്. അഭിരാജ്, സ്വാഗതം സി പോസിറ്റീവിലേക്ക്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കറിയാം, ഈ പ്രളയകാലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് അത്രത്തോളം ബുദ്ധിമുട്ടേറിയ, നമ്മൾ ആരും മറക്കാത്ത കുറച്ച് കാലങ്ങളാണ്. ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നുപോയ ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ട്. ആ കാലത്താണ് സിഗ്നേച്ചർ ഓഫ് നിശാഗന്ധി എന്നുള്ളൊരു സംഘടന പിറവിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ പ്രളയകാലത്തെ ആ ഒരു സഹായവും അതുപോലെ തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങാം നമുക്ക്. 2018 കാലഘട്ടത്തിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം. നമ്മൾ ഓരോരുത്തരും എങ്ങനെ ഇതിനെ നേരിടും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരം കളക്ടറായിട്ട്, അതായത് മറ്റു ജില്ലകളിലെല്ലാം ഈ പ്രളയബാധിത പ്രശ്നങ്ങൾ വന്നപ്പോ തിരുവനന്തപുരം ജില്ലയിൽ അത് കൂടുതലായിട്ട് അഫക്ട് ചെയ്തില്ല. അപ്പൊ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ പല യുവജനങ്ങളും ഏറ്റെടുത്തിരുന്നത്. പക്ഷെ അതിനെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി കളക്ടർ വാസുകി എന്ന് പറഞ്ഞ നമ്മുടെ മേളത്തിന് സാധിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയം അങ്ങനെയുള്ള പല ഇടങ്ങളിലായിട്ട് ഗവൺമെന്റ് തന്നെ കളക്ഷൻ സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കളക്ഷൻ സെന്ററിലെ കോർഡിനേറ്റർ ആയിരുന്നു ഞാന്, കളക്ടറുടെ ക്യാമ്പ് ഇൻചാർജായിട്ട്. എനിക്കും അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തില് നമ്മുടെ ഹരിത AS പുള്ളിക്കാരൻ മേഡം ആയിരുന്നു കോർഡിനേറ്റ് ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതനുസരിച്ച് ഏകദേശം 1500ഓളം വോളണ്ടിയേഴ്സ് ഫുൾ ടൈം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവും. അവരെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ദൗത്യം. അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനത് കണക്കാക്കുന്നു. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ടും ഏകദേശം ഒരു മാസക്കാലത്തോളം ക്യാമ്പ് നമുക്ക് നിലനിർത്താൻ സാധിച്ചിരുന്നു. അപ്പൊ ആ ഒരു മാസക്കാലവും ഈ ക്യാമ്പിലുണ്ടായിരുന്ന ഓരോ ആൾക്കാരും അതൊരു ഫാമിലി ആയിട്ട്, ഇപ്പോ ഷുഗർ ആൻഡ് ടീ അതൊരു ഫാമിലി, റൈസ് ഫാമിലി, ഈ സാധനങ്ങൾ കൊണ്ടുതരുന്ന സാധനങ്ങളെല്ലാം സോർട്ട് ചെയ്ത ഒരു പോർഷനിൽ മാറ്റുക. അവിടെ നിന്നും ഓരോ ബസ്സുകളിലായിട്ട്, മീൻസ് ട്രാൻസ്പോർട്ട് ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, ഇങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചായിരുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റു ജില്ലകളിലെല്ലാം ഈ സാധനങ്ങൾ എത്തിച്ചിരുന്നത്. അപ്പൊ അത് ഒരു നല്ലൊരു ടീം വർക്കായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് എന്താ പറയുക, അയ്യോ ഇത് പിരിഞ്ഞു പോവുകയാണല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നതാണ് ഇത് ഒരു NGO ആയിട്ട് രൂപീകരിക്കാനും തുടർന്നും ഇതുപോലെ തന്നെ നമ്മളെ കഴിയുന്ന നമ്മുടെ മനസ്സിലുള്ള നല്ല ചിന്താഗതിയോടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ആശയത്തോടെയാണ് ഞങ്ങള് സിഗ്നേച്ചർ ഓഫ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മുടെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെ നിശാഗന്ധിയുടെ കയ്യൊപ്പ് എന്നുള്ളൊരിതാണ് സിഗ്നേച്ചർ ഓഫ് നിശാഗന്ധി എന്നുള്ള പേര് ഞങ്ങൾ നൽകിയതും. സ്റ്റാർട്ടിങ്ങില് ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് മാൻ പവർ കൊണ്ട് നമുക്ക് ഏതൊക്കെ ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പം ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടും എല്ലാ ദിവസവും നമുക്ക് റിക്വയർമെന്റ് വരുന്ന അനുസരിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ മനസ്സിലെ കുറെ നല്ല ആശയങ്ങൾ ഇത് എങ്ങനെ ആൾക്കാരിൽ എത്തിക്കും എന്നുള്ളത് വലിയൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം അറിയായിരിക്കുമല്ലോ, ഒരു സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഒരുപാട് മാൻ പവർ ഉണ്ട്, പക്ഷെ നമ്മൾ എങ്ങനെ ആൾക്കാരിൽ എത്തിക്കും എന്നുള്ള ഒരു പേടിയിൽ നിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോ കേരളത്തിന്റെ സുഹൃത്തുക്കൾ ഇന്ന് വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ അന്ന് പല മീഡിയാസിൽ നിന്നും ഞങ്ങൾക്ക് കുറച്ച് ആശയങ്ങൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയില് ഈ തെരുവോരങ്ങളിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെയൊന്നും ആരും തിരിഞ്ഞു നോക്കാം, അല്ലെങ്കിൽ അവർക്ക് സമയത്തിന് ആഹാരം ലഭിക്കാത്ത ഒരു കാര്യമുണ്ടെന്ന് പലപ്പോഴായിട്ട് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പിൽ വെച്ച് തന്നെ ഈ വോളണ്ടിയേഴ്സിന് വേണ്ടി ഫുഡ് കൊണ്ടുവരും. ആ കൊണ്ടുവന്ന ഫുഡില് അധിക ഫുഡ് വരുന്നത് ഒരു ദിവസം രാത്രി വെളുപ്പിന് ഒരു മീൻസ് ഒരു 2 മണി അടുപ്പിച്ചിട്ടൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ ഫുഡ് ഈ തെരുവോരത്ത് നമ്മുടെ തമ്പാനൂർ സർക്കിളില് ഒരുപാട് ആൾക്കാർ കിടക്കും. അപ്പൊ അവിടെ ഒരു ദിവസം നമ്മൾ ഈ ഫുഡ് കൊണ്ട് അവർക്ക് കൊടുത്തു. കാരണം കളയണ്ട എന്ന് കരുതിയിട്ട് അവർ ആഹാരം കഴിക്കട്ടെ എന്നുള്ളതിലാണ് കൊടുത്തത്. പക്ഷെ അത് ലൈഫിലെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, അന്ന് പല ആൾക്കാരിലും അവരുടെ കണ്ണിൽ കണ്ട ഒരു വിശപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊരു ഭയങ്കര ഒരു വികാരമാണ്. എന്റെ ഒരു കൺസെപ്റ്റില് ഭൂമിയില് മനുഷ്യന്റെ ഏറ്റവും വലിയ വികാരം വിശപ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളതാണ്. കാരണം അന്ന് ഈ ആഹാരം നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അത് പിന്നെ ത്രൂ ഔട്ട് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തെ പലയിടങ്ങളിൽ ഈ ഫങ്ഷൻസ് നടക്കുന്ന സ്ഥലങ്ങളിൽ ആഹാരം കളക്ട് ചെയ്ത്
തെരുവോരങ്ങളിൽ കൊടുത്താൽ എങ്ങനെ എന്നുള്ള ഒരു ആശയം നമുക്ക് വന്നിരുന്നു. അത് നമ്മളെ പല സുഹൃത്തുക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തന്നെ വൈറലാവുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പല മീഡിയാസിലെന്ന ആൾക്കാരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്തു. പല ആൾക്കാരും ഇപ്പം കല്യാണം നടക്കുന്ന പ്ലേസ് ഉണ്ടാവാം, അതുപോലെ തന്നെ മറ്റു ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നിടത്ത് നിന്ന് ഞങ്ങളെ വിളിച്ച് ഈ ആഹാരം തന്നു തുടങ്ങി. അപ്പൊ ആഹാരം ഞങ്ങള് ബൈക്കും കാറും ഒക്കെ ഉണ്ടെങ്കിലും അത് കളക്ട് ചെയ്യേണ്ട ഒരു സംവിധാനം മീൻസ് ഈ പറഞ്ഞ പോലെ മറ്റു വലിയ പാത്രങ്ങൾ അങ്ങനൊന്നും ഞങ്ങളുടെ ഇല്ലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോ പത്രവാർത്ത കണ്ടിട്ട് ഒരു അമ്മ ഞങ്ങളെ വിളിച്ചു. അവരുടെ കാറ്ററിംഗ് സർവീസ് മുന്നേ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ആ അമ്മ തന്ന കുറെ പാത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം ഞങ്ങള് ഇപ്പൊ 1000 പേരുടെ ഫുഡ് വന്നാലും ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയില്ല സാധിച്ചിരുന്നു. എല്ലാ ദിവസവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ RCC, പിന്നെ അതേപോലെ തന്നെ ഈ തെരുവോരങ്ങളിലെല്ലാം ആഹാരം കൊടുത്താണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന അറിയപ്പെടുന്നത് തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ പോലെ തെരുവോരങ്ങളിൽ ആഹാരം കൊടുക്കുന്ന സംഘടന എന്നുള്ളത് കൂടെയാണ്. അപ്പൊ അത് വലിയ ഒരു ആശയമായിട്ട് ഒരുപാട് പേര് ഏറ്റെടുത്തു ദിവസവും. അപ്പൊ ആ ടൈമിൽ ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ ഏതൊക്കെ വോളണ്ടിയേഴ്സ് ആണ് ഫ്രീ ആയിട്ടുള്ളതെന്ന് ഞങ്ങൾ നോക്കും. അവരെ കണക്ട് ചെയ്ത് എന്തുകൊണ്ട് എല്ലാ ദിവസവും ഈ തെരുവോരങ്ങളിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ആഹാരം നൽകാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ അങ്ങനെ നമ്മുടെ മനസ്സിൽ നല്ല ആശയങ്ങൾ തോന്നുന്നത് മീറ്റിംഗ് വിളിച്ച് അതെല്ലാം പരസ്പരം ഡിസ്കസ് ചെയ്യും. ഈ സംഘടനയ്ക്കകത്ത് പലയിടങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ടെക്നോ പാർക്ക് ജീവനക്കാരുണ്ട്, അതേപോലെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്. ഞാനും ബേസിക്കലി നേഴ്സാണ്. അപ്പോ അതെല്ലാം ഈ കഴിഞ്ഞ ഇത്രയും നാളായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. റീസെന്റ് ഞങ്ങള് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ ചെന്നൈയിൽ ഫ്ലഡ് വന്നു. 2019 ഫ്ലഡ് വന്ന സമയത്തും ഇതേ വോളണ്ടിയേഴ്സിനെ തന്നെ നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആദ്യ ഫ്ലഡിൽ ഏകദേശം 580ഓളം ലോഡ് സാധനങ്ങൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും മറ്റ് ജില്ലകളിലോട്ട് എത്തിക്കാൻ സാധിച്ചു. രണ്ടാമത്തെ ഫ്ലഡിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക സഹായിക്കാൻ സാധിച്ചിരുന്നു. ഈ കഴിഞ്ഞ ചെന്നൈ ഫ്ലഡ് വന്നപ്പോ വീണ്ടും ഗവൺമെന്റ് ഞങ്ങളെ സമീപിക്കുകയുണ്ടായി. അപ്പോ ആ മീറ്റിങ്ങിന് പോയപ്പോ 2 പ്രളയം കൈകാര്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തില് ഞാനൊരു ആശയം പറഞ്ഞു. ഈ ഫുഡ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പലരും കൊണ്ടുവരും. അതിപ്പം നല്ല മനസ്സുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ ഏകദേശം. അപ്പൊ അവരിങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ നമ്മുടെ അയൽ സംസ്ഥാനം, കാരണം ഈ 2018-ലും 19-ലും ഒക്കെ വളരെ വലിയ ഒരു കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ ചെന്നൈയിലെന്നൊക്കെ നമുക്ക് ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിലെ പല ജനങ്ങളും NGOs അങ്ങനെയുള്ള പല ആൾക്കാരും കേരളത്തിലെ ജനങ്ങളെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അതില് ഞങ്ങൾ എടുത്തൊരു എഫേർട്ട്, ഇപ്പൊ അരി പച്ചക്കറി സാധനങ്ങളെല്ലാം എത്തും. പക്ഷെ ഒരു പ്രളയ ക്യാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു അവശ്യ സാധനം എന്ന് വരുന്നത് സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിൻസും അതുപോലെ തന്നെ കുട്ടികളെ ശുചിയോടെ നോക്കാൻ വേണ്ടി ഈ ബേബി ഡയപ്പേഴ്സ്. ഇത് ആൾക്കാർ പലരും അങ്ങനെ എത്തിക്കത്തില്ല, കാരണം അവർ മറന്നു പോകുന്ന ഒരു കാര്യമാണത്. അപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ പ്രളയബാധിത പ്രദേശങ്ങളിൽ ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു ദൗത്യം കൃത്യമായി ഏറ്റെടുത്തു. 20 മണിക്കൂർ കൊണ്ട് 1 ലോഡ് ബേബി ഡൈപ്പേഴ്സും അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിൻസും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. റീസെന്റ് ഇപ്പൊ ചെന്നൈയിൽ ഫ്ലഡ് വന്ന ടൈമിൽ അത് ഗവൺമെന്റിന് കൈമാറി. ഗവൺമെന്റ് അതിനെ സോർട്ട് ചെയ്ത് ഓരോ ലോഡിലും ഒരു പർട്ടിക്കുലർ, എനിക്ക് തോന്നുന്ന ഒരു 10-15ഓളം ലോഡ് ഇവിടെ നിന്ന് പോയ ലോഡുകളിലെല്ലാം നമ്മൾ കൊടുത്ത ഈ ഒരു സാനിറ്ററി നാപ്കിനും അതുപോലെ തന്നെ ബേബി ഡൈപ്പേഴ്സും നമുക്ക് ഓരോ തമിഴ്നാട്ടിലെ അമ്മമാരുടെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെയും കൈകളിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യവുമായി. ഈ അഭിരാജ്, നമ്മൾ 2018-ലെ കാര്യം പറയുമ്പോൾ ആ പ്രളയത്തിന്റെ സമയത്താണ് നിങ്ങൾ ഈ സംഘടന തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ഒരു സന്നദ്ധ സംഘടനയായിട്ടൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു? അല്ലെങ്കിൽ ഈ കൂടെയുള്ള ആളുകളെയൊക്കെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഈ ഒരു കോർഡിനേഷൻ അതെങ്ങനെയായിരുന്നു? പരിചയമുള്ള അഭിരാജിന് തന്നെ പേഴ്സണലി പരിചയമുള്ളവർ തന്നെയായിരുന്നു കൂടെയുള്ളവരും? അല്ലല്ല, ഒരിക്കലും അല്ല. കാരണം പ്രളയം എന്നുള്ളത് തിരുവനന്തപുരത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര തികയത്തില്ല. കാരണം ഒരുപാട് പേര് ഈ പറഞ്ഞതുപോലെ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിൽ തോന്നിയത്, ഈ വോളണ്ടിയേഴ്സിനെ എല്ലാം പലയിടങ്ങളിൽ സ്റ്റുഡൻസ് ഉണ്ട്, പലയിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിങ് ഫാമിലി. നമ്മുടെ രാജമാണിക്യ IAS സാറ്, അതുപോലെ തന്നെ നമ്മുടെ നിശാന്തിനി മേഡം ഒക്കെ ഫാമിലി ആയിട്ടായിരുന്നു ഈ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പലയിടങ്ങളിൽ ഓണ സമയത്തൊക്കെ എല്ലാം പലരും ഓണം വെടിഞ്ഞ് ആ കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന് സോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ വന്ന് പരിചയപ്പെട്ടതാണ് എല്ലാവരും. ആരും നമുക്ക് നേരത്തെ അറിയാന്നുള്ള ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അവിടെ വന്ന് പരിചയപ്പെട്ടവരെ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഓരോ ടീമിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരെ നമ്മൾ ടീം ലീഡർ ആയിരിക്കും. ഇപ്പൊ റൈസ് ഫാമിലി എന്ന് പറയുന്നത് അതൊരു ഫാമിലി, ഒരു കുടുംബം പോലെയാണ്. ഒരു 10-20ഓളം വോളണ്ടിയേഴ്സ് ആയിരിക്കും അതിലുണ്ടാവുക.
ആൾക്കാർ കൊണ്ടുവരുന്ന അരി മാത്രമായിരിക്കും ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. അതേപോലെ ഒരു 10-20ഓളം ടീം നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിന്റെ അകത്തുണ്ടായിരുന്നു. അപ്പൊ ഇതില് എന്താ പറയുക, വോളണ്ടിയേഴ്സ് പ്ലീസ് ലിസൺ എന്നുള്ളൊരിത് നമ്മൾ മൈക്കിൽ വിളിച്ചു പറയുമ്പോൾ തന്നെ കുട്ടികളോടെ എല്ലാം നമ്മൾ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് കാതോർത്തിരിക്കുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു മാസക്കാലമായപ്പോ ഇവരുമായിട്ടെല്ലാം നല്ല ഒരു സൗഹൃദം, അല്ലെങ്കിൽ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ നമുക്ക് എന്താ പറയുക വലിയൊരു ബോണ്ട് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് ഒരു NGO ആയിട്ട്. പിന്നെ അതിലൊന്നും അറിയായിരിക്കും ഓട്ടോമാറ്റിക്കലി ഒരു സംഘടന രൂപീകരിക്കും, അതിൽ ഒരുപാട് ആൾക്കാർ വരും, അത് ദുരുദ്ദേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊന്നെല്ലാം സോർട്ട് ചെയ്ത് നല്ല മനസ്സ്, നമ്മളെ പോലെ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിലോട്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മളോടൊപ്പം. ഇപ്പൊ അഭിരാജ് പറഞ്ഞതിലേക്ക് ഞാൻ വരികയായിരുന്നു. അതായത് നമുക്ക് ഇതിനു മുമ്പൊരു പരിചയമൊന്നുമില്ല, ഈ പ്രളയം പോലും നമുക്ക് ആർക്കും അങ്ങനെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് പോലും നമ്മൾ വളരെ പേടിച്ചൊക്കെ നോക്കിയിരുന്നൊരു കാലമായിരുന്നു അത്. ആ സമയത്ത് ഇങ്ങനെ ഒരു നല്ല കാര്യമായിട്ട് ഇറങ്ങുമ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു കോർഡിനേഷൻ, ഗവൺമെന്റിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടെന്ന് അഭിരാജ് തന്നെ പറഞ്ഞു. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക, ആളുകൾ ഈ ഒരു സമയത്ത് ആളുകളുടെയൊക്കെ ഒരു മാനസികാവസ്ഥയൊക്കെ എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. ഒരുപാട് ആളുകൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്നുണ്ട്, ഈ പ്രളയം ബന്ധപ്പെട്ട് വെള്ളം കയറിയിട്ടും ഒക്കെ ആളുകളൊക്കെ മാറി താമസിക്കുന്നൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഉള്ളൊരു സഹായം എത്തിക്കുക എന്നുള്ളൊരു നല്ലൊരു ആശയത്തോടെ മുന്നോട്ട് വരുമ്പോഴും എന്തായിരുന്നു ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് മനസ്സിൽ തോന്നിയിരുന്നത് ആ സമയത്ത്? ആ ടൈമില് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മള് പലയിടങ്ങളിൽ മീഡിയാസ് ഇപ്പൊ പറയുകയാണ് ഇന്നടുത്ത് കളക്ഷൻ സെന്റേഴ്സ് തുടങ്ങിക്കോട്ടെ, അവിടെ ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ഒരുപാട് പേരുണ്ട്. പക്ഷെ സാധനങ്ങൾ എത്തുക എന്നുള്ളത്, അത് ഞാൻ പറയുന്നത് ഈ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. സാധനങ്ങൾ എത്തുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ. അത് ഏറ്റവും കൂടുതലായി, കാരണം ആദ്യ പ്രളയത്തെ നമ്മൾ നേരിട്ടത് പല ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പലരുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ്. പക്ഷെ 2018 പ്രളയം ഈ പറഞ്ഞ പോലെ വോളണ്ടിയേഴ്സിന്റെ കോർഡിനേഷൻ കൃത്യമായിട്ട് ചെയ്ത ഒരു അറിവുള്ളത് കൊണ്ട് 2019 പ്രളയം വന്നപ്പോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേയില് നമ്മളെ ക്യാമ്പ്, അന്ന് വുമൻസ് കോളേജിലാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വുമൻസ് കോളേജിലെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം 450 മേലെ വോളണ്ടിയേഴ്സ് ഉണ്ട്. പക്ഷെ വോളണ്ടിയേഴ്സിനെ നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു ക്യാമ്പിന്റെ അകത്ത് ഇരുത്തിയാൽ സാധനങ്ങൾ എത്തത്തില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആദ്യ പ്രളയം നമ്മളെ കൈകാര്യം ചെയ്തൊരു അറിവ് നമുക്കുള്ളത് കൊണ്ട് സ്റ്റാറ്റസ് ക്യാമ്പയിൻ ചെയ്തു. അതായത് നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ വാട്സാപ്പിലായിരിക്കാം, ഫേസ്ബുക്കിലായിരിക്കാം, നമ്മുടെ ഇൻസ്റ്റയിലായിരിക്കാം, ഇതെല്ലാം നമ്മുടെ സൗഹൃദങ്ങളിൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. പല ആളുകളും സ്റ്റാറ്റസിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, നമ്മളൊരു ഫോട്ടോ എടുക്കുന്നു, അതിടുന്നു, അതിൽ കുറെ ലൈക്ക് വാങ്ങുന്നു, അവരുടെ ഒരു പ്ലഷർ അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാറ്റസ് കൊണ്ടൊക്കെ പലരും ഉദ്ദേശിക്കുന്നത്. മീൻസ് അല്ലെങ്കിൽ എന്താണ്, ഞാൻ ഇന്ന് എവിടെയാണ്, അങ്ങനെ ഒരു കാര്യം. അപ്പൊ അതിനൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോ തിരുവനന്തപുരം വുമൻസ് കോളേജിൽ ഇങ്ങനൊരു ദുരിതാശ്വാസ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവശ്യ സാധനങ്ങളായിട്ട് ഇത്രയും സാധനങ്ങളുണ്ട്, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ലിസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ഇതെല്ലാം ഈ എന്റെ മുന്നിലിരിക്കുന്ന 450 പേരെയും കൊണ്ട് അറ്റ് എ ടൈം കാരണം എന്റെ കൂടെയുള്ള കുറച്ച് വോളണ്ടിയേഴ്സിനെ വെച്ച് എന്ത് ചെയ്യും, ഇവരെല്ലാം ഈ 450 പേരുടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ളത് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിടും. ആ സ്പോട്ടിന് തന്നെ ഈ 450 പേരും അതിനെ സ്റ്റാറ്റസ് ആക്കും. ഓട്ടോമാറ്റിക്കലി ആയിരക്കണക്കിന് ആൾക്കാർ ആ സമയം കൊണ്ട് തന്നെ കണ്ടുവരും. 2, നമ്മുടെ എല്ലാം സോഷ്യൽ മീഡിയ പേജസ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു, അതിനുവേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഇപ്പം പല ആൾക്കാരും നിങ്ങൾക്ക് അറിയായിരിക്കും, അവരുടെ സോഷ്യൽ മീഡിയ പേജുകള് നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് എന്ത് ചെയ്തു, ലൈവായിട്ട് കുട്ടികൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈവ് ഇടുന്നത് പോലെ തന്നെ ഈ ഓരോ ആൾക്കാരെയും വിളിച്ച് ലൈവ് ഇട്ടു. അത് എന്താ പറയുക വലിയൊരു ഇമ്പാക്ട് ആണ് ഉണ്ടായത്. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്തെ പല ആൾക്കാരും ഇങ്ങനൊരു ക്യാമ്പ്, അതിനുശേഷമാണ് സത്യം പറഞ്ഞ മീഡിയാസ് പോലും നമ്മളോട് വരുന്നത്. ഫസ്റ്റ് സോഷ്യൽ മീഡിയയാണ് നമ്മൾ അതിനു വേണ്ടി വിനിയോഗിച്ചത്. അത് വളരെ വലിയ രീതിയിൽ വിജയം കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഏറ്റവും വലിയൊരു വെല്ലുവിളി 2019 വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, 2018 കാലഘട്ടത്തില് ഈ സാധനങ്ങൾ കൊടുത്തത് പലർക്കും എത്തിയില്ല എന്നുള്ളൊരു എന്താ പറയുന്ന ഒരു എന്താ പറയാനാണ്, കിട്ടുന്നില്ല എന്നുള്ള ഒരു പരിഹാസം ഉണ്ടായിരുന്നു. അപ്പൊ 2019 പ്രളയം സ്റ്റാർട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഒരു ക്യാമ്പയിനൊക്കെ തുടങ്ങുമ്പോൾ പലരും എന്താ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത സാധനങ്ങളൊന്നും പലയിടത്തും എത്തിയില്ലല്ലോ എന്നുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ്, കാരണം 22 ടീമായിട്ടാണ് ഈ 450 പേര് ഈ ക്യാമ്പയിൻ കഴിഞ്ഞ് 22 ടീമായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇവരെ പല ഇടങ്ങളിൽ, അതായത് ഔട്ട്സൈഡ് തിരുവനന്തപുരത്തിന്റെ സിറ്റി മൊത്തം ഇവരെ ഈ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വിനിയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത്
സ്റ്റാർട്ടിങ്ങില് ഈ പോകുന്ന ഈ ഓരോ ടീമിലും ഓരോ ടീം ലീഡേഴ്സ് ഉണ്ടാവും. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന ചേട്ടാ ഞങ്ങളൊന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവാണ് ആൾക്കാരുടെ. അപ്പൊ അത് ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഗവൺമെന്റ് VK പ്രശാന്ത് സാറാണ് അന്ന് മേയറായിട്ടിരിക്കുന്നത്. സാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് ഈ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രത്തെ കാര്യങ്ങളെല്ലാം കൂടെ. അപ്പൊ ഞാൻ പ്രശാന്ത് ഏട്ടനോട് സംസാരിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് പലരും പറയുന്നുണ്ട് എന്നുള്ളൊരിത് വന്നപ്പോ നഗരസഭയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു എല്ലാവർക്കും ഓരോ ID കാർഡ്, ആ സ്പോട്ടിന് തന്നെ ID അടിച്ചിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അറിയിക്കുകയുണ്ടായി. അതായത് ഈ ID കാർഡുമായിട്ട് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിന് നിങ്ങൾ കൃത്യമായിട്ട് എന്താ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന അവശ്യ സാധനങ്ങൾ അവരെ ഏൽപ്പിക്കണം എന്നുള്ളത്. അപ്പൊ ഇതിൽ ₹1 ക്യാഷ് ആയിട്ട് വാങ്ങത്തില്ല. അങ്ങനെയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ആദ്യമേ പ്രിപ്പയർ ചെയ്ത് ഗവൺമെന്റോട്ട് സംസാരിച്ചിട്ടായിരുന്നു നമ്മൾ ഈ വോളണ്ടിയേഴ്സിനെല്ലാം ട്രെയിനിങ് കൊടുത്തത്. അത് വളരെ വലിയ രീതിയിൽ വിജയം കണ്ടു. കാരണം അറിയായിരിക്കുമല്ലോ, നമ്മളിപ്പം ഇപ്പം ചാല പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി കുറച്ച് വോളണ്ടിയേഴ്സ് വിത്ത് ID കാർഡ് അവിടെ കൃത്യമായി കാര്യം പറയുകയാണ്. ഓട്ടോമാറ്റിക്കലി അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് അതിന് ഹെൽപ്പ് ചെയ്തു. ഈ ചാല മാർക്കറ്റിൽ നിന്നൊക്കെ വലിയ രീതിയിൽ, അത് എന്താ നമ്മുടെ ഷാജഹാൻ ചേട്ടൻ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിന്റെ പാർട്ടായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും പിന്നെ ഡയറക്റ്റ് സാധനങ്ങൾ ക്യാമ്പുകളിലായിട്ട് എത്തിച്ചു. അതെല്ലാം വളരെ നല്ല രീതിയിൽ സോർട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം. ഈ 2018 തിരുവനന്തപുരത്തെ ക്യാമ്പുകളിൽ മാത്രമാണോ ഈ ഇതെല്ലാം കൊടുക്കാൻ പറ്റിയത്, അതോ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത്? ഫസ്റ്റ് ലോഡ് നമ്മൾ അയച്ചത് വയനാടത്തേക്കായിരുന്നു. എന്നിട്ട് അതിനൊരു കാര്യം ചെയ്തത്, ഒഫീഷ്യലി അവിടുത്തെ സബ് കളക്ടറെ കൊള്ളിച്ച് നമ്മൾ എന്ത് ചെയ്തു, അത് കളക്ട് ചെയ്യിച്ചു. അതിന്റെ വീഡിയോ നമ്മൾ എടുത്തതിന് ശേഷം ഈ പറഞ്ഞ ക്യാമ്പയിൻ നടക്കുന്ന ഓരോ ഇടത്തും ഇത് ഒഫീഷ്യലി ആണ് നമ്മൾ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ എന്താ പറയുക ഗവൺമെന്റ് തലത്തിൽ എല്ലാവർക്കും ഈ സാധനങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ആൾക്കാരിൽ കൊടുക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ നല്ല മനസ്സുള്ള ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ സാധനങ്ങളെല്ലാം എത്തിച്ചു തുടങ്ങിയത്. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. 2019 ഞാൻ ഇന്നും മറക്കത്തില്ല, ഏറ്റവും വലിയൊരു വെല്ലുവിളി അതായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നു, നമ്മൾ ഇത്രയും നല്ല രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോൾ അത് എന്തായാലും നമ്മളെയൊക്കെ തളർത്താൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു വിഷമം തോന്നിയ ഒരു കമന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ സമയത്ത്? ആക്ച്വലി ഈ പറഞ്ഞ പോലെ കുപ്രചരണങ്ങൾ, അതാണ് ഇതിന്റെ അകത്ത് വരുന്ന ഏറ്റവും. നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിലര് അതിനെ എന്താ പറയുക, ഇവിടെ അവര് തന്നെ പഠിച്ചിറക്കുന്ന കുറെ വാചകങ്ങളുണ്ട്. അതായത് ക്യാമ്പ് നിർത്തി, സാധനങ്ങൾ ഇനി കളക്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പലയിടങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാം അതെന്തുകൊണ്ടാണ് ആൾക്കാർ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെയുള്ള കുറെ കുപ്രചരണങ്ങളുണ്ട്. അപ്പൊ അതിന് വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്തു, ലൈവും അതേപോലെ തന്നെ എന്താണ് കേരളം അല്ലെങ്കിൽ എല്ലാ ചാനലുകളെയും വിളിച്ച് ഇപ്പോഴും സ്റ്റിൽ ക്യാമ്പ് റണ്ണിങ് ആണ്, ഇന്ന സ്ഥലം. അത് ഞാൻ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്, ഈ കുട്ടികള് നമ്മുടെ ഈ പറഞ്ഞ പോലെ വോളണ്ടിയേഴ്സ് ആയിട്ട് വരുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അവർക്ക് ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ മനസ്സിൽ അത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു ദൗത്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് എത്തിച്ചതെന്ന് പറഞ്ഞാല്, നമ്മളവിടെ പറഞ്ഞൊരു കാര്യം, ഒരു ക്യാമ്പ് എന്ന് പറയാൻ അറിയാലോ, കോടീശ്വരന്മാര് മുതൽ ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും താഴ്ത്തട്ടിലുള്ള ആൾക്കാരടക്കം ഈ പറഞ്ഞ പോലെ ജീവിക്കുന്ന സ്ഥലമാണ് ഒരു ക്യാമ്പ്. അവിടെ കിട്ടുന്ന സാധനങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഞങ്ങൾ കൊണ്ടുവന്ന കൺസെപ്റ്റ്, നിങ്ങൾ ഒരു ബിസ്ക്കറ്റ് ആണ് ഔട്ട്സൈഡ് പോയി ക്യാമ്പയിൻ ചെയ്ത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് വെച്ചോ, ആ ഒരു ബിസ്ക്കറ്റ് ഒരു മനുഷ്യന്റെ ജീവിതത്തില് അല്ലെങ്കിൽ ആ ദിവസത്തെ അവന്റെ ഒരു ആഹാരമാണ്. അതായത് അത്രത്തോളം സാധനങ്ങൾ കിട്ടാനില്ല. നിങ്ങളിപ്പോ പോയി ഒരു ബിസ്ക്കറ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ആ ബിസ്ക്കറ്റ് ഒരാളുടെ ഒരു നേരത്തെ വിശപ്പ് അകറ്റാനുള്ള ഒരു കാര്യമാണ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ നമ്പറിൽ ഈ 22 ടീമും അത്രത്തോളം നല്ല രീതിയിൽ ക്യാമ്പയിൻ ചെയ്തു. നഗരസഭയുടെ ഭാഗത്ത് നിന്നും VK പ്രശാന്ത് മേയറുടെ ഭാഗത്തു നിന്നും വളരെ വലിയ സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് എന്താണ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. 2019 പ്രളയം ഞങ്ങള് ടോട്ടൽ, കാരണം ഞങ്ങൾക്ക് ഒരു പ്രളയം ഇത് കൈകാര്യം ചെയ്ത് നമുക്ക് അതിന്റെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് വളരെ ഗംഭീരമായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ അതിനുശേഷം എന്താ പറയുക, ഒരു നമ്മുടെ നടത്തുന്ന പ്രോഗ്രാംസ് എല്ലാം വളരെ നല്ല രീതിയിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കൂടെ അപ്പം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ഓരോ കുട്ടികളുടെ കാലിബർ എന്താണ്, നമ്മൾക്ക് അവർക്ക് എത്രത്തോളം സ്പേസ് കൊടുക്കണം. അപ്പൊ അതിന് കൃത്യമായിട്ട് എന്താ പറയുക, ഇപ്പൊ പ്രോഗ്രാം ഇപ്പൊ പ്രസന്റ്ലി ഈ പറഞ്ഞ പോലെ സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഒരു 250 കുട്ടികൾ ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടും ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത് നമ്മുടെ മലയോര പ്രദേശങ്ങളിലാണ് ഇപ്പൊ കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമ്മൾ ഈ ബുക്കും അതുപോലെ തന്നെ ബാഗ് മുതലായ സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ക്യാമ്പയിൻ നടക്കുകയാണ്. അപ്പൊ നമുക്കറിയാം കൃത്യമായിട്ട് മീറ്റിംഗ് നമ്മൾ ഒഫീഷ്യലി നിശാഗന്ധിയുടെ മീറ്റിംഗ് വിളിക്കുക, അതിൽ തീരുമാനം എടുക്കുന്നത് നമ്മുടെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരിൽ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ എത്തിക്കും. ഇപ്പൊ നിങ്ങൾ ഇന്ന സാധനങ്ങളാണ് സോർട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ബേബി ഡൈപ്പേഴ്സും അതൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാപ്കിൻസ് കളക്ട് ചെയ്തൊരു കാര്യം നമ്മൾ പറഞ്ഞു.
ഓരോ ഇപ്പൊ ഒരു 50 വോളണ്ടിയേഴ്സിനെയാണ് നമ്മുടെ നിശാഗന്ധി വോളണ്ടിയേഴ്സിനാണ് ഇങ്ങനെ ഒരു കാര്യം ഏൽപ്പിച്ചെന്ന് വെച്ചോ, അവരവരുടെ വീട്ടിൽ അച്ഛനമ്മമാരോട് പറയും ഞങ്ങൾക്ക് ഒരു 10 സാനിറ്ററി നാപ്കിൻ വാങ്ങിച്ചു വെക്കണം. തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം പറയും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ സാനിറ്ററി നാപ്കിൻ വാങ്ങുക അതിന് ആവശ്യമാണെന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ കൃത്യമായിട്ട് സഹകരിക്കും. ആ കളക്ട് ചെയ്യുന്നത് ഈ ഒരാളുടെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യും, ഇപ്പം പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന കണക്ക് അവരുടെ സൗഹൃദങ്ങളിൽ എന്നെല്ലാം പറഞ്ഞ് ഈ പറഞ്ഞ സാനിറ്ററി നാപ്കിൻസ് ഇത് 20 മണിക്കൂർ കൊണ്ട് കളക്ട് ചെയ്ത കാര്യമാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഒരു സിസ്റ്റം നിശാഗന്ധിക്ക് നല്ല രീതിയിൽ ഒരു സൗഹൃദ വലയം തിരുവനന്തപുരത്തിന്റെ പല ജില്ലകളിലും അല്ലെ എല്ലായിടത്തും നമുക്ക് അങ്ങനെ ഒരു സംവിധാനം നമുക്ക് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമുക്കുണ്ട്. അതുകൊണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ പോയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എന്താ പറയാൻ വേണ്ടി വോളണ്ടിയേഴ്സ് അതിനു വേണ്ടി വലിയ രീതിയിൽ, കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റണം. നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി, അതൊരു നമ്മുടെ ഒരു പ്രിവിലേജ് ആണ്, അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം ആണ്. അത് ഒരു രക്ഷാകവചമായിട്ട് എന്നും നമുക്ക് എന്താ പറയുക ഒരു ഹാപ്പിനെസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞ ഇത്രയും നാളായിട്ട് ഞാൻ അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള നിശാഗന്ധിയുടെ ഓരോ പ്രവർത്തകരും അനുഭവിച്ചു വരുന്നൊരു സന്തോഷമാണ്. ഇപ്പോഴത്തെ ഈ ഒരു സംഘടനയുടെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നത്? നമ്മള് ഓരോ മാസവും മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിംഗിൽ പുതുതായിട്ടുള്ള എന്തെങ്കിലും ആശയം വരുവാണ്, അത് ടോട്ടലി ഡിസ്കഷൻ വയ്ക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ ഗാന്ധി ഭവനുമായിട്ട് നമുക്ക് നല്ല ഒരു റിലേഷനാണ്. തിരുവനന്തപുരത്ത് ഏകദേശമുള്ള അനാഥാലയങ്ങളുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷനാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ചിലപ്പോൾ റിക്വയർമെന്റ്സ് ഉണ്ടാവും. ഇപ്പൊ എന്താ പറയുക, ഗാന്ധി ഭവനിൽ നമ്മൾ ഒരു ലോഡ് തുണി ഇതുപോലെ ക്യാമ്പയിൻ ചെയ്ത് എന്താ പറയുക നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സെക്കൻഡറി രണ്ടാമത്തെ ഒരു ടൈമിലുള്ളത് ഇപ്പം അവിടെ നിന്ന് നമ്മുടെ സോമരാജ് സാർ അതുപോലെ തന്നെ സാബു ചേട്ടനാണ് അവിടെ കോർഡിനേറ്റർ. അപ്പം അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, റിക്വയർമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ വരുന്ന ആശയങ്ങൾ കൃത്യമായിട്ടും ഫസ്റ്റ് മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അത് കമ്മിറ്റി തീരുമാനം എടുക്കുന്ന അനുസരിച്ചാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തു പോകുന്നത്. പിന്നെ അതിന് ഞാൻ പറഞ്ഞില്ല, ഓരോ ഇപ്പം പുതുതായി ഇപ്പൊ ആറ്റുകാൽ പൊങ്കാല വരുമ്പോ അന്ന് നമ്മളവിടെ ക്ലീനിങ് പ്രോഗ്രാമിനും അതുപോലെ തന്നെ വരുന്ന ആൾക്കാരെ ഫുൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നിശാഗന്ധി വോളണ്ടിയേഴ്സ് ഉണ്ടാവും. ഏകദേശം ഒരു 150ഓളം വോളണ്ടിയേഴ്സ് അന്ന് ഈ പറഞ്ഞ പോലെ SMB സ്കൂളാണ് നമ്മുടെ സെന്റർ വരുന്നത്. അവിടെ നിന്നും വരുന്ന ഏകദേശം ഒരു 2 കിലോമീറ്റർ ചുറ്റളവ് മൊത്തം വരുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതും കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ ചെയ്തു വരുന്നതാണ്. ഈ ആറ്റുകാൽ പൊങ്കാലയിലും ഈ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഈ പറഞ്ഞ പോലെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കും. ഇതെല്ലാ ഇൻസ്ട്രക്ഷൻസും കുട്ടികൾക്ക് ഫസ്റ്റ് കൊടുത്തതിന് ശേഷം ഈ 150 പേര് ആ സ്ഥലങ്ങളിൽ കൃത്യമായി പോയി എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, അത് കഴിഞ്ഞാൽ ഇപ്പോ ഈ ട്രാൻസ്പോർട്ടിങ്ങിനെല്ലാം നമ്മളിപ്പം അമ്മമാരാണ് കൂടുതലും വരുന്നത്. അപ്പൊ അവരുടെ സാധനങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാനും അതിനുള്ള എല്ലാവിധ ഹെൽപ്പും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആശയങ്ങൾ വരുന്നത് മീറ്റിംഗ് കൂടി തീരുമാനം എടുക്കുന്നതിനനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ പ്രസന്റ്ലി നമ്മൾ ഈ എന്താണ് ബുക്കും അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ കൊടുക്കുന്ന സംരംഭമായിട്ട് ഈ വരുന്ന 16-ാം തീയതിയാണ് അതിന്റെ എന്താ പറയുക ക്യാമ്പയിൻ എൻഡ് ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ടൈം കൊണ്ട് നമ്മൾ ഫുള്ള് കളക്ട് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഈ സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ളതാണ്. അത് മലയോര പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ വായനശാലകൾ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടും അവര് തരുന്ന ലിസ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക നേരിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അവിടെ പോയി ഈ കുട്ടികൾക്ക് നമ്മൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. ഇതുപോലെ ഈ സഹായമൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ സംഘടനയിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അതിനുള്ളൊരു വഴി എങ്ങനെയാണ്? ഫിംഗർ ടിപ്സിലടക്കം നമ്മളെ നമ്പറുണ്ട്, നിശാഗന്ധി എന്ന് പറഞ്ഞാൽ വിളിച്ച്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആഹാരം ഈ പറഞ്ഞ പോലെ എക്സസ് വരുന്ന ആൾക്കാരെ നമ്മൾ ഫിംഗർ ടിപ്സിലടക്കം വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഉണ്ടാവും. അതിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്താ പറയാൻ വേണ്ടി ഇപ്പം ചിലപ്പം ഞാൻ പറയല്ലേ ബുക്ക് വാങ്ങിച്ചു തരാൻ താല്പര്യമുള്ളൂ അവർക്ക് കൃത്യമായിട്ട് എന്താണ് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ FB പേജ് ഉണ്ട്, അതിൽ അവർക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റ ഉണ്ട്. ഇന്നിപ്പോ ഇതെല്ലാം നമ്മൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് അത്യാവശ്യം എല്ലായിടത്തും കേരളത്തിലുള്ള ജനങ്ങൾക്ക് നിശാഗന്ധി എന്ന് പറഞ്ഞാൽ തെരുവിലെ ആഹാരം കൊടുക്കുന്ന സംഘടന എന്നുള്ള ഒരു പേരുണ്ട്. നമ്മൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു മാളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ലതാണെന്നുള്ളത് പലരും നമ്മളോട് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ അത് വലിയ ഹാപ്പിനെസ് തന്നെയാണ്. ഇനി വരും നാളുകളിൽ ഇതിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നല്ലൊരു ടീം നമുക്ക് ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് നിങ്ങളുടെ സംഘടന ചെയ്യുന്നത്. ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ഈ സഹായമൊക്കെ എത്താൻ സാധിക്കട്ടെ. അതിനുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ഈ നാട്ടിൽ നിന്നും എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും അഭിരാജനും ടീമിനും ഇനിയും കൂടുതൽ ആശയങ്ങൾ മുന്നോട്ട് വരട്ടെ. കൂടുതൽ ആളുകളെ സഹായിക്കാനുള്ളൊരു മനസ്സും കഴിവും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.